രാവിലെ തന്നെ ഫർവാനിയ ഗാർഡനിലാണുള്ളത്. ഫർവാനിയ ഗാർഡനിൽ പാർക്കിലാണുള്ളത്. ഇവിടെ യൂത്തിന്റെ കുവൈത്ത് ചെറിയൊരു പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഗ്രീൻ എർത്ത് ക്ലീൻ എർത്ത് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു പരിപാടി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് വൃക്ഷത്തൈകൾ നടാനായിട്ട് ഇവർ വന്നിട്ടുണ്ട്. ഇവിടെ കുറേ പേരുണ്ട്, യൂത്തിന്റെ കുവൈത്തിൻ്റെ കുറേ ആളുകൾ. ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാം, അതിൻ്റെ കുറേ ചെടികൾ 10-40ഓളം വൃക്ഷത്തൈകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഇവിടെ നടണം. ഈ ഒരു പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കുവൈത്തിൻ്റെ നാഷണൽ ഡേയുടെ പ്രമാണിച്ചുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇവർ ഓർഗനൈസ് ചെയ്യുന്നതാണ്. ഈ ഫർവാനിയ പാർക്കിൻ്റെ ഈ ഒരു ഭാഗത്ത്, നമ്മൾ ഈ ഒരു കാണുന്ന ഭാഗത്ത് കുറച്ച് വൃക്ഷത്തൈകൾ, അതാണ് ഈ അതിൻ്റെ ഒരു പരിപാടിക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ കുറേ പേരുണ്ട് യൂത്തിൻ്റെക്കാർ. നോക്ക്, അടിമോനെ. അപ്പോൾ നമ്മുടെ ഒപ്പം അബ്ദുറസാഖ് നദ്വി സാഹിബ് ഉണ്ട് കേട്ടോ. പുള്ളിക്കാരനാണ് ഇതിൻ്റെ ഈ പെർമിഷനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മിനിസ്ട്രീനെ സമീപിച്ച് ഇതിനുള്ള പെർമിഷനും കാര്യങ്ങളൊക്കെ എടുത്ത്. പറയൂ, എന്തുണ്ട് ഈ ഒരു പദ്ധതിയുടെ മെയിനായിട്ട് നിങ്ങളെ ആകർഷിച്ചത് എന്താണ്? ഇത് നമ്മുടെ കുവൈത്തിൻ്റെ നാഷണൽ ഡേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കുവൈത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സേവന പ്രവർത്തനമാണ്. നമ്മൾ കുവൈത്തിൻ്റെ ഗാർഡനുകളിൽ അതുപോലെ തന്നെ ഞങ്ങളുടെ കീഴിലുള്ള കുറേ പരിപാടികൾ പെട്ടതാണ് ഈ ബീച്ച് ക്ലീനിങ്, അതുപോലെ ഈ ഗാർഡനുകളിലും അതുപോലെ റോഡുകളിലൊക്കെ സസ്യങ്ങളും മരങ്ങളും തണൽ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കൽ. ഇതൊക്കെ ഒരു ദൗത്യമായി ഏറ്റെടുത്ത ഒരു വിഭാഗമാണ് യൂത്ത് ഇന്ത്യ കുവൈത്തും കേരള ഇസ്ലാമിക് ഗ്രൂപ്പ് KIG. അതിൻ്റെ കീഴിൽ കുവൈത്ത് അഗ്രികൾച്ചർ അതുമായി അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പെർമിഷൻ വാങ്ങുകയും അങ്ങനെ യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് KIG ഫണ്ടിൽ നിന്ന് തന്നെ കാശ് വാങ്ങിക്കൊണ്ട് നമ്മളുണ്ടാകുന്നു ഇത് ആവശ്യമുള്ള ചെടികളും മരങ്ങളും കാര്യങ്ങളൊക്കെ കുവൈത്തിലെ അതിൻ്റെ സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങിക്കൊണ്ട് നടുന്ന ഒരു സംരംഭമാണിത്. അപ്പോൾ ഈ പരിപാടി നമ്മൾ കുവൈത്ത് നാഷണൽ ഡേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ഫർവാനിയ ഗാർഡനിലാണ് നമ്മൾ ഇതാക്കുന്നത്. ഏകദേശം 50-55ഓളം ചെടികൾ നമ്മൾ ഉണ്ടാകുന്നുണ്ട്. ചെടികളും മരങ്ങളും, പ്രത്യേകിച്ച് ഈ സിദർ, അതുപോലെ ഈ നമ്മുടെ ഈ കടലാസ് പൂവിൻ്റെ മരങ്ങൾ, അതുപോലെ നമ്മുടെ അറാക്കിൻ്റെ മിസ്വാക്ക്, പല്ല് തേക്കുന്ന മരങ്ങൾ, ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഇന്ന് നമ്മളിവിടെ വെച്ച് പിടിപ്പിക്കുന്നത്. നമ്മൾ 7 മണിക്ക് തുടങ്ങിയ ആളുകളാണ്. 10-25ഓളം യുവാക്കൾ വന്നിട്ടാണ് ഉണ്ടാകുന്നത്. ഇത് വളത്തോടൊപ്പം ഇത് നനച്ചു കൊടുക്കുകയും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതോറിറ്റി ചെയ്യും. നമ്മളിത് കൃഷി ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇതൊരു സേവന പ്രവർത്തനമായിക്കൊണ്ട് ആണ് ഞങ്ങൾ കാണുന്നത്. അതോടൊപ്പം തന്നെ ഇത് ഓരോരുത്തരും പ്രകൃതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് എന്നുകൂടി ഈ സംരംഭം ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവരും ഈ ഒരു തരത്തിൽ ഒരു ക്ലീൻ സിറ്റി എന്നുള്ള രൂപത്തിൽ വൃത്തിയാക്കുകയും അതോടൊപ്പം ചെടികളും മരങ്ങളൊക്കെ നടുകയും ചെയ്യുന്ന ഒരു സംരംഭം ഉണ്ടായിക്കഴിഞ്ഞാൽ കുവൈത്തും നമ്മളെ കേരളം പോലെ തന്നെ നമുക്ക് ഒരു പ്രകൃതി സൗരഭ്യമുള്ള, അതോടൊപ്പം തന്നെ മരങ്ങളും വൃക്ഷാദികളൊക്കെ ഉള്ള ഒരു പൂന്തോട്ടമായി നമുക്ക് മാറ്റാൻ കഴിയും. ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കുമാറാട്ടെ. യുവാക്കളുടെ കർമ്മശേഷി ഏറ്റവും നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് യൂത്ത് ഇന്ത്യ കുവൈത്ത് ഇത്തരത്തിലുള്ളൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്. വെള്ളിയാഴ്ച രാവിലെ ഏകദേശം 25-30ഓളം പ്രവർത്തകർ കുവൈത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഫർവാനിയ ഗാർഡനിലെത്തുകയും ചെടി നടുകയാണെന്ന് ചെയ്തിട്ടുള്ളത്. എല്ലാ ആഴ്ചയും ഒരു 10 ദിവസം മുന്നെയാണ് നമ്മൾ ഡെസേർട്ട് കിറ്റ് എന്ന പേരിൽ മരുഭൂമിയിൽ വളരെ പ്രയാസം അനുഭവിക്കുന്ന ഇടയന്മാർക്ക് ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെയുമായിട്ട് നമ്മുടെ ആളുകളാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ യുവാക്കളുടെ ഈ ഒരു ഒഴിവ് കിട്ടുന്ന ഈ സാഹചര്യങ്ങളെ ഏറ്റവും ക്രിയാത്മകമായിട്ട് സമൂഹത്തിന് ഉപയോഗപ്പെടുന്ന രൂപത്തിൽ ആളുകൾക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ അതിനെ വിനിയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. വളരെ സന്തോഷമുണ്ട് ഇന്നത്തെ ഒരു ദിവസം ഇതിനു വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിച്ചതിൽ.
ഇത് അറാക്ക്, ആ ഇത് സിദിറ്, ഇതാണ് സിദർ. ഓക്കെ, മനസ്സിലായി. ഈ സാധനം ഇത് സിദിറ്, ഇത് അറാക്കിന്റെ മരാണ്. അറാക്ക് പറഞ്ഞാല് പിന്നെ നമ്മളെ മുസ്വാക്ക്. നമ്മൾ ചെടി ഇനി നടാൻ പോകണ്ട, ഓരോ തൈകൾ നടാൻ പോവാണ്. നമുക്ക് 40 തൈകളാണ് കിട്ടിയേക്കുന്നത് അല്ലേ? 50 ഉണ്ട്. അപ്പൊ ഇത് ചെടിച്ചട്ടി തന്നെയാണ് നടന്നത്? ഓക്കെ, ചട്ടിന്ന് മാറ്റിയിട്ട് ഇങ്ങനെ കുഴിയിലല്ലോ അല്ലേ? അങ്ങനെ യൂത്ത് ഇന്ത്യ കുവൈത്തിൻ്റെ ചെടി വൃക്ഷത്തെ നടലും ചെടിയൊക്കെ നടലൊക്കെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.